ഹായ് പ്രിയരെ, നമസ്കാരം. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു യുവാക്കളിലും ആത്മഹത്യയുടെ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുൻപൊരുക്കെ ചർച്ച ചെയ്തതാണ്. കേരളത്തിൻ്റെ തന്നെ സാമൂഹ്യ അന്തരീക്ഷം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കൊലപാതകങ്ങളും അക്രമത്തിനുമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു പഠനം നടത്തി നോക്കിയപ്പോഴും മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസമുള്ളവരും ഇത്തരം കാര്യങ്ങളിലേക്ക് അവരുടെ പ്രവണത കൂടി വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു കാരണം? ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ അവൻ്റെ ഡിഗ്രിയും അവൻ്റെ പി ജിയും ഒക്കെ ഉന്നതമായ മാർക്കിൽ ഏറ്റവും നല്ല കോളേജിലും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പാസ്സായിട്ട് അവനൊരു പ്രൊഫഷണൽ ഡിഗ്രി ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു ജോലിക്ക് കയറി. ജോലിക്ക് ചെല്ലുമ്പോൾ അവൻ മനസ്സിലാക്കുന്നത് അവൻ്റെ കയ്യിലുള്ള ഡിഗ്രി എന്ന് വെച്ചാൽ അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ബേസ് മാത്രമാണ്. ആ ബേസിൽ നിന്നുകൊണ്ട് ആ ജോലിയിൽ അവന് ശോഭിക്കാൻ കഴിയില്ല. അവിടെ അവന് ആ സാഹചര്യത്തിനോട് ഇഴകിച്ചേരുവാനുണ്ടാകുന്ന സ്കില്ലുകൾ ഉണ്ടാകണം. അവൻ്റെ എംപ്ലോയീസുമായിട്ട് സംസാരിക്കാൻ ഉണ്ടാകേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാകണം. അവന് ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാകണം. അവൻ്റെ വർക്ക് ലൈഫിനെ ബാലൻസ് ചെയ്യുവാൻ കഴിയണം. അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി അതിനോട് ആഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഒരുപക്ഷേ ഏറ്റവും ഫസ്റ്റ് റാങ്ക് വാങ്ങി ഡിഗ്രി എക്സാം ഒന്ന് പാസ്സായിട്ട് ജോലി നേടിയവർക്ക് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ അൺബാലൻസിങ്ങുകൾ ഉണ്ടാകും. ഈ അൺബാലൻസിംഗ് ആണ് അവരുടെ മാനസികാരോഗ്യത്തിനെ ബാധിക്കുകയും വൈകാരിക പക്വതയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ഉന്നതമായ വിജയത്തിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉണർത്തുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഉന്നതമായ കമ്പനീസിലൊക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ടാകും. ഈ വർക്ക് കൊണ്ട് അവർക്ക് ഉന്നതമായ സാലറി കിട്ടുന്നുണ്ടെങ്കിലും അവരുടെ മാനസികാരോഗ്യത്തിൻ്റെയും അവരുടെ ശാരീരികാരോഗ്യത്തിൻ്റെയും അവരുടെ കുടുംബജീവിതത്തിൻ്റെയും ഒക്കെ അളവുകോലെടുത്ത് പഠിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എപ്പോഴും ഒരു ഒരു സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്സിലേക്ക് അവർക്ക് എത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികളെ തന്നെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ടെക്നോളജി ഇങ്ങനെ അതിപ്രസരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് തന്നെയാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോമ്പറ്റീഷൻ്റെ ഒരു വേൾഡിലാണ്. കോമ്പറ്റീവ് എക്സാമുകളും കോമ്പറ്റീഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ പരസ്പരം മത്സരിക്കുന്നു. ആ മത്സരബുദ്ധിയൊക്കെ ആരോഗ്യകരമായിട്ട് ചെയ്താൽ കുട്ടികൾക്ക് ഉന്നതമായ വിജയം നേടിയെടുക്കുവാൻ സാധിക്കും. ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ രക്ഷിതാക്കൾക്ക് പ്രധാനമായിട്ടുള്ള റോളുണ്ട്. അതിൽ ഒന്നാമത്തെ റോള് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിതാക്കളുടെ മുഖ്യ കൺസേണിൽ ഒരിക്കലും കുട്ടികളുടെ മാർക്ക് വരാതിരിക്കട്ടെ എന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവൻ്റെ വളർച്ചയിൽ അവൻ നേടിയെടുക്കേണ്ട എല്ലാ കഴിവുകളും അവൻ നേടിയെടുക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന 10 ലൈഫ് സ്കില്ലുകളുണ്ട്. ആ 10 ലൈഫ് സ്കില്ലുകൾ ഓരോന്നോരോന്നായിട്ട് രക്ഷിതാക്കൾ പഠിക്കണം. എമ്പതി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എങ്ങനെയാണ് ഒരു ഇമോഷനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, സ്ട്രെസ്സ് വന്നാൽ എന്ത് ചെയ്യണം, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ എന്ത് ചെയ്യണം, ലീഡർഷിപ്പിൽ എന്ത് ചെയ്യണം, അങ്ങനെ തുടങ്ങിയിട്ട് 10 കാര്യങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്പറിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം സ്കില്ലുകൾ LKG മുതൽ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് രക്ഷിതാക്കൾക്ക് സാധിക്കണം. അവരെ കോമ്പറ്റീവ് എക്സാമിന് തയ്യാറാക്കുന്നത് പോലെ തന്നെ റിയൽ വേൾഡിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന ചലഞ്ചുകളെ തയ്യാറാക്കുവാൻ, അതിനെ നേരിടുവാൻ തയ്യാറെടുക്കുവാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. അതുകൊണ്ട് രക്ഷിതാക്കളുടെ മുഖ്യ കൺസേണിൽ നിന്നും മാർക്കുകൾ മാറിപ്പോകട്ടെ. സർട്ടിഫിക്കറ്റിൽ ലഭിക്കുന്ന A+കളേക്കാളും അപ്പുറം അവൻ്റെ ജീവിതത്തിൻ്റെ ഉന്നതമായ വിജയത്തിന് വേണ്ട A+കൾ നേടിയെടുക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നിങ്ങളും അവനും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾ ഒരിക്കലും അവരെ കമ്പാരിസൺ നടത്തരുത് എന്നുള്ളതാണ്. ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും ഓരോ കഴിവുകളും വ്യത്യസ്തമായിട്ടുള്ള പർപ്പസിലുമാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോ കുട്ടിയും വ്യത്യസ്തനായിരിക്കും. ഓരോ കുട്ടിയുടെയും സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ഒരു വലിയൊരു കഴിവിനെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കണം. നേരെ മറിച്ച് എൻ്റെ കുട്ടി, എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ ഈ 4 മക്കളും 4 തരത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ ഈ കമ്പാരിസൺ ഒഴിവാക്കിയിട്ട് അവരുടെ ഉള്ളിൽ നിങ്ങൾ കോമ്പറ്റീഷൻ ഉണ്ടാക്കേണ്ടത് അവൻ്റെ സ്കില്ലുകളെ കണ്ടെത്തിയിട്ട് അതിനെ പരിപോഷിപ്പിക്കുക. അതിൻ്റെ ഒരു ബേസിക് ആയിക്കൊണ്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുവേണ്ടി രക്ഷിതാക്കളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.